രചന യാദവി. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. നീ അവിടെ എന്തോ അലോഷിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഒരുത്തി ഉണ്ടാക്കി വെച്ച മാനക്കേടും വേദനയും മാറിയില്ല. അതിനു മുമ്പ് നീയും അടുത്ത കഥകൾക്കുള്ള അവസരം ഉണ്ടാക്കിയാണോ? അന്നമ്മയുടെ ദേഷ്യം നിറഞ്ഞ മുഖവും കടുത്ത സ്വരവും കേട്ട് പുച്ഛത്തോടെ അവൾ അടുക്കളയിലെ സ്ലാബിലേക്ക് ചാരി നിന്ന് അമ്മച്ചിയെ സഹതാപത്തോടെ നോക്കി. ഈ പ്രായത്തിൽ ഇനി എന്നെ മര്യാദ പഠിപ്പിക്കാനാണോ അമ്മച്ചിയുടെ തീരുമാനം? കൊള്ളാം. എന്നിട്ട് എന്തിനാ? ഞാൻ മൂത്തവളെ പോലെ വഴിവഴച്ച് ഒടുങ്ങാതിരിക്കാനാവും അല്ലേ? പക്ഷെ എൻ്റെ അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം ജാൻസി അല്ല നാൻസി എന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ അലോഷിയുടെ കൊച്ചിനെയും പറ്റി ഇച്ചേച്ചിയുടെ പേറ്റുമുറി കിടന്നേനെ ഞാൻ. അമ്മച്ചി അഭിനയൊക്കെ അപ്പച്ചൻ്റെ മുന്നിൽ മതി, പാവം, അത് വിശ്വസിച്ചോളൂ. പക്ഷേ നാൻസിക്ക് കൈതക്കൽക്കറിയാച്ചൻ്റെ ബുദ്ധിയാ. മൂത്ത മകളുടെ ഓരോ പിഴവും ചൂണ്ടിക്കാണിച്ച് ഇളയമകളെ വേശിക സമയല്ലേ നിങ്ങൾ പഴിച്ച്. എനിക്ക് സൗഹൃദം കണ്ടാൽ മനസ്സിലാവില്ല, കാമം മാത്രമാണ് എൻ്റെ ചിന്ത നിറയെന്ന് അവൾ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറയുന്ന ആരോപണങ്ങൾക്ക് പിന്നിലെ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ ഒരു തവണ പോലും മുതിർന്നില്ല നിങ്ങൾ. ഇനിയും നിങ്ങൾ അനുഭവിക്കാൻ ഇരിക്കുന്നേയുള്ളൂ. കലിപൂണ്ട് അവിടെ വാക്കിന്റെ ചൂടും നേരം തളർത്തിക്കളഞ്ഞു അന്നമ്മേ. കോടതി പോയി വന്നിട്ട് അവിടുത്തെ വിശേഷം വല്ലതും പറഞ്ഞായിരുന്നോ? ഭർത്താവും സംബന്ധക്കാരും. നാൻസി ഒരു ചിരിയോടെ ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി തണുത്ത വെള്ളം എടുത്ത് അതിന്റെ അടപ്പിൽ തിരുമ്മിക്കൊണ്ട് അമ്മയെ നോക്കി. കോടതിയിലോ? അന്നമകളെ തുറച്ചു നോക്കി. ആഹാ, വിശേഷം അറിഞ്ഞില്ലായോ? എന്നാ കേട്ടോ, DNA റിസൾട്ട് വന്നു. കൈതക്കൽ ജാൻസി പത്രോസിന്റെ വയറ്റിലുണ്ടായ അവീതഗർഭത്തിന്റെ ഉടമ ആലക്കലെ ഡേവിഡ് തോമസ് അല്ലെന്ന്. അതായത് നിങ്ങളെല്ലാവരും ശപിച്ചും പ്രാഗിയും കൊട്ടിഘോഷും ജയിലിലേക്ക് അയച്ചവൻ അവരുടെ കൊച്ചിന്റെ തന്തല്ലായിരുന്നു എന്ന്. അന്നമ്മ തുറിച്ച കണ്ണുകളോടെ നെഞ്ചിൽ കൈ ചേർത്തു. കർത്താവേ! ആ വിളിയുടെ ഏറ്റക്കുറച്ചിലുകൾ ആസ്വദിച്ചുകൊണ്ട് നാൻസി കുപ്പിയും വെള്ളം വായിലേക്ക് അമഴ്ത്തി. പിന്നെ പിന്നെ ആരെന്റെ കൊച്ചിന്? അന്നമ്മയുടെ സ്വരമിടറി കണ്ണു നിറഞ്ഞു. അമ്മച്ചിയുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവില്ലേ? നാൻസി കുപ്പി ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊണ്ട് അമ്മച്ചിയെ നോക്കി. ആ, ഓർത്തെടുത്തൊരു ബുക്കിലോട്ട് എഴുതി വെക്കാം അമ്മച്ചി. മൂത്ത മക്കളുടെ സുഹൃത്തുക്കളൊക്കെ അമ്മച്ചിക്ക് അറിയില്ലേ? ഒരിക്കൽ പോലും അവൾ സ്നേഹത്തോടെ പരിഗണിച്ചിട്ടില്ലാത്ത ഡേവിഡിനെ പ്രതിസ്ഥാനത്ത് നിർത്താമെങ്കിൽ അവൾക്ക് പരിചയമുള്ള ആരുവാണെങ്കിലും സംശയിക്കാം. അത് അവളുടെ സുഹൃത്തുക്കളാവാം, പരിചയക്കാരാവാം, എന്തിന് ഈ നാട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ ആവാം. ആരുടെ DNA ആണ് മാച്ച് ചെയ്യുന്ന അറിയില്ലല്ലോ. നാൻസി പുച്ഛത്തോടെ ചിരിച്ചു. നിന്റെ കൂടെ പിറപ്പ് അവള്, അത് മറക്കണ്ട നീ. ചത്ത് തലക്ക് മുകളിൽ നിൽക്കുന്ന അവളെ കുറിച്ച് എന്തും പറയാനായ നിനക്ക്? അവർക്ക് ഇതപ്പോൾ നാൻസിക്ക് നേരെ വിരൽ ചൂണ്ടി. ഒട്ടും പതറാതെ അവരുടെ മുന്നിലേക്ക് നിന്നു നാൻസി. എന്നിട്ട് അവളുടെ കൈകൾ രണ്ടും കവിളിലേക്ക് ചേർത്ത് വെച്ച് കണ്ണുനീർ തുടച്ചു. എന്നാ അമ്മച്ചി പറ, ആരവിടെ വയറ്റിൽ കുരുത്ത കൊച്ചിന്റെ അച്ഛൻ? മറുപടിയില്ലാതെ സ്വയം തലക്കടിച്ചു അന്നമ്മ. കടിഞ്ഞൂൽ സന്താനത്തെ പെറ്റ വയറ് കത്തും പോലെ തോന്നി അവർക്ക്. ത്രേസിയെ ഇതാരോ വന്നേക്കണം നോക്കി നീ. തോമസിന്റെ ശബ്ദം കേട്ട് ഉറക്കം പൂർണ്ണമായും വിട്ടുമാറാത്ത കൺപോളകൾ വലിച്ചു തുറന്നവർ പതറി പതറി നോക്കി. മുറിക്കുള്ളിലെ വെളിച്ചവുമായി മിഴികൾ താതാത്മ്യം പ്രാപിച്ചപ്പോൾ മുന്നിൽ അവ്യക്തമായ കാഴ്ച പതിയെ വ്യക്തമായി തുടങ്ങി. പുകമറക്കുള്ളിൽ നിന്നും തന്നെ നോക്കുന്നവന്റെ നിറഞ്ഞ കണ്ണുകളാണ് ആദ്യം ശ്രദ്ധിച്ച്. അമ്മച്ചി! ഉള്ളിലുയർന്ന അങ്കലാപ്പോടെ അവർ വാതിൽക്കിലേക്ക് നോക്കി. അവരുടെ ഭീതി നിറഞ്ഞ നോട്ടത്തിന്റെ അർത്ഥറിഞ്ഞ പോലെ തോമസ് അവരുടെ നെറുകിൽ തലോടി. പേടിക്കണ്ട വച്ച്, ആരും വരില്ല. എല്ലാവരുടെയും മുമ്പിലൂടെ തന്നെയാ ഞാൻ ഇവനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി എന്നും ഇവൻ കൊച്ചിന്റെ കൂടെ തന്നെ കാണും. ഡേവിഡ് കൗതുകത്തോടെ കാണുകയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനോടെന്ന പോലെ ശാന്തമായും വ്യക്തമായും ഓരോ ചെറിയ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുന്ന അപ്പനെ. ഓർമ്മ വെച്ച നാൾ മുതൽ അകത്തും പുറത്തും 1-2 വാക്കുകളിൽ കൂടുതൽ പരസ്പരം രണ്ടാളും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പനെപ്പോഴും കുടുംബക്കാരുടെ കാര്യങ്ങൾക്ക് പിന്നാലെ ഓട്ടം. അമ്മച്ചിക്ക് എപ്പോഴും അടുക്കളയിൽ തീരാത്ത ജോലി. മിക്കവാറും ഒരാളെത്തുമ്പോഴേക്കും മറ്റേയാൾ ഉറങ്ങിയിരിക്കും. എങ്കിലും ഒരിക്കലും വലിയ മമ്മിയെ പോലെ അപ്പനോട് പരാതി പറയുന്നോ ശകാരിക്കുന്നോ ഒരിക്കലും കേട്ടിട്ടില്ല. മുഖം വീർപ്പിക്കലും പിണക്കങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്ര ദൂരെയായിരുന്നാലും എത്ര നാൾ കാണാതിരുന്നാലും അപ്പനും അമ്മച്ചിക്ക് ദൈവം പോലെ വിശ്വാസമായിരുന്നു. തിരിച്ചപ്പനും. വീണുപോയവളെ ഒരു കുഞ്ഞിനെ പോലെ നെഞ്ചിൽ ചേർത്തെടുത്ത് ബാത്റൂമിലേക്ക് നടക്കുന്ന അപ്പനെ കണ്ടപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞു. ത്രേസിയുടെ കണ്ണിൽ പരിഭ്രമമായിരുന്നു. തന്നോളം വളർന്ന മകന്റെ മുന്നിൽ വെച്ച് ഭർത്താവ് എടുക്കുന്നതിലുള്ള പരിഭ്രമം. ഏറെ കാലത്തിന് ശേഷം തന്റെ രൂപത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധാപൂർവം കണ്ണാടിയിൽ നോക്കി നിരീക്ഷിക്കുകയായിരുന്നു ഡേവിഡ്. ആൻഡോയുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ശക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് മുടിയും താടിയും വെട്ടിയൊതുക്കിയത്. അതുവരെ തടവുള്ളിയുടെ മുഖശ്യായും തലമുടിയായിരുന്നു തനിക്ക്. കൺതടത്തിലെ കറുപ്പും മുഖത്തെ കരിവാളിപ്പുമാകെ മാറിയിരിക്കുന്നു. പുഞ്ചിരിയിൽ വല്ലാത്തൊരു തെളിച്ചം നിറഞ്ഞിരിക്കുന്നു. പണ്ടെപ്പോഴും ചുവന്നു കലങ്ങിയിരുന്ന നിർജീവമായ മിഴികളിൽ തിളക്കം വർദ്ധിച്ചിരിക്കുന്നു. മദ്യപാനത്തിന്റെ അകമ്പടിയില്ലാത്ത ഡേവിഡ് അത്യാവശ്യം സുന്ദരനാണ്. അവൻ ഓർത്തുകൊണ്ട് താടി തടവി. പെട്ടെന്ന് പോക്കറ്റിൽ ഫോൺ ബെല്ലടിച്ചപ്പോൾ അവനൊന്ന് ഞെട്ടി. ശക്തിയാണ്. അവൻ കോൾ എടുത്തു. എന്തെങ്കിലും പറയും മുമ്പ് ശക്തിയുടെ സ്വരം കാതിൽ മുഴങ്ങി. പറ ശക്തി. അപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർക്ക് പോകണം.
അവിടെ ശിവക്കാണ് എന്നെ ആവശ്യം. താൻ എന്തായാലും തറവാട്ടിൽ തന്നെ നിൽക്ക്. യുവനോട് ഞാൻ സംസാരിച്ചിരുന്ന ഈ വിഷയം. ശക്തി ഉത്സാഹത്തോടെ പറഞ്ഞു. യുവനെന്തു പറഞ്ഞു? ഡേവിഡ് ആകാംക്ഷയോടെ ചോദിച്ചു. അപ്പൊ ചക്രവ്യൂഹത്തിലേക്ക് അഭിമന്യു പോയതല്ലേ? ശക്തി അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ കയറാൻ മാത്രമേ അറിയുള്ളായിരുന്നു എന്നൊരു ആശങ്ക പങ്കുവച്ചു. ശക്തി പറഞ്ഞു കേട്ട് ഡേവിഡ് ചിരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നാൽ ഈ കലിയുഗ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ കയറാനും കയറിയ പോലെ ഇറങ്ങാനും അറിയാം. കാരണം ഈ ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അവനാണെന്ന്. ശക്തിയുടെ പൊട്ടിച്ചിരി കേട്ട് ഡേവിഡിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അപ്പൊ പോവാണ്, പോയിട്ട് വരാം, സൂക്ഷിക്കണം. പിന്നെ ബിസിനസ് മീറ്റിംഗ് ആയതുകൊണ്ട് എന്ന് തുടങ്ങിയെന്ന് തീരുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ദിവസം തിരിച്ചു വരാനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ശക്തി തന്റെ അവസ്ഥ തുറന്നു പറഞ്ഞു. ശക്തിക്ക് തന്നെ വിട്ടുപോകുന്നതിൽ അതിയായ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് ഡേവിഡിന് മനസ്സിലായി. താൻ ധൈര്യമായി പോയിട്ട് വാ, കൂടുതലായി മറ്റൊന്നും ആലോചിക്കണ്ട. മറുവശത്ത് ശക്തി മുകളിൽ നേട്ടുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്തു. ഒരു തരത്തിൽ ശക്തിയുടെ ഈ യാത്ര അനുഗ്രഹമായി തോന്നി ദേവിക്ക്. മുന്നോട്ട് താൻ ചെയ്യാൻ പോകുന്ന പദ്ധതികളിലൊന്നും രണ്ടാമതൊരാൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ത്രേസിയെ കുളിപ്പിച്ച് ഉടുപ്പ് മാറ്റി വീൽ ചെയറിൽ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തോമസും മകനെ ആകെ ഒന്ന് ശ്രദ്ധിച്ചു. ദേവി, നീ കുറച്ചു ദിവസം വിളിക്കപ്പോൾ ഉണ്ടാവണം. തോമസ് അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ത്രേസിയുടെ തല തുവർത്തി. ഡേവിഡ് മറുപടി പറയാതെ തലയാട്ടിക്കൊണ്ട് തോമസിന്റെ കയ്യിൽ നിന്ന് തോർത്തു വാങ്ങി മൃദുവായി ത്രേസിയുടെ തലമുടിയിൽ അവശേഷിച്ച വെള്ളം തോർത്തിയെടുത്തു. മകന്റെ മാറ്റം ഏറെ ഇഷ്ടപ്പെട്ട പോലെ സന്തോഷം നിറഞ്ഞ മുഖമായിരുന്നു ത്രേസിയുടേത്. ഇതിനോടകം തന്നെ ഡേവിഡ് ത്രേസിയുടെ ഔഷധമാകുമെന്നും താമസിക്കാതെ അവർ പഴയ നിലയിലെത്തുമെന്നും തോമസും കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ ത്രേസിയെ ഡേവിഡിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് രാവിലെ തന്നെ അദ്ദേഹം മുടങ്ങിക്കിടന്ന കുറെ ജോലികൾ ചെയ്തു തീർക്കാൻ പോയി. ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വീൽ ചെയറിൽ അമ്മച്ചി എത്തിച്ച് ഡേവിഡായിരുന്നു. പിടിവിട്ടു പോവാൻ ഭയപ്പെടുന്ന കുട്ടിയെപ്പോലെ ത്രേസി അവന്റെ വിരലുകളിൽ മുറുകെ പിടിച്ചിരുന്നു. മമ്മി, അമ്മച്ചികളുടെ ഫുഡ് ഇങ്ങോട്ട് എടുത്തോ. അടുക്കളയിൽ മോളമ്മയുണ്ടാവുന്ന ധാരണയിൽ ഡേവിഡ് അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. സാലമ തെല്ലൊരു പരിഭ്രമത്തോടെ ഓടിപ്പാഞ്ഞു വന്നു. ഇവിടെ അമ്മച്ചിയല്ല ആദ്യം കഴിക്കുന്നത്. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അമ്മച്ചി ഭക്ഷണം കഴിക്കുന്നത്. സാലമ അവൻ കേൾക്കാൻ പാകത്തിൽ പതുക്കെ പറഞ്ഞു. അതെന്താ, അമ്മച്ചി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഫുഡ് തികയത്തില്ലേ? ഡേവിഡ് സാലമയെ രൂക്ഷമായി നോക്കി. അപ്പോഴേക്കും ചാക്കോയും ലിജുവും താഴേക്ക് ഇറങ്ങി വന്നു. മോളമ്മ പെട്ടെന്ന് തന്നെ ഡൈനിങ് ടേബിളിലേക്ക് വന്ന് 2 പ്ലേറ്റുകൾ എടുത്ത് അപ്പവും സ്റ്റൂവും വിളമ്പി ചൂട് ചായ കപ്പിലേക്ക് പകർന്നു വെച്ചു. എല്ലാ മുഖങ്ങളിലും ഡേവിഡിനോടുള്ള ഇഷ്ടക്കേട് പ്രകടമായിരുന്നു. ഡേവിഡിന്റെ കൈകൾ കോർത്ത് ത്രേസിയുടെ വിരലുകൾ മുറുകി. അമ്മച്ചി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയായിരുന്നു ആ നിമിഷം അവൻ. തീൻമേശയിൽ നിന്ന് കമിഴ്ത്തി വെച്ചിരിക്കുന്ന പ്ലേറ്റുകളിൽ ഒന്നെടുത്ത് അതിലേക്ക് 2 അപ്പവും സ്റ്റൂവും ഒരു മുട്ടയും എടുത്തു വെച്ചു അവൻ. അത് ത്രേസിയുടെ കയ്യിൽ കൊടുത്ത ശേഷം വീൽ ചെയറുമായി ഗാർഡനിലേക്ക് പോയി. പുറത്തെ ഗാർഡന്റെ ഒരു വശത്തായി കൂട്ടമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഇല്ലിമുളയുടെ അരികിലെ ബെഞ്ചിൽ അവൻ ഇരിപ്പുറപ്പിച്ചു. പിന്നെ പ്ലേറ്റിൽ നിന്ന് അല്പാൽപമായി മുറിച്ച് ത്രേസിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. വലത് കൈക്ക് സ്വാഭാവികമായ വേഗതയും പ്രവർത്തനശേഷിയും തിരിച്ച് കിട്ടിയിട്ടില്ലാത്തതിനാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഡേവിഡ് അരുമയായി വായിലേക്ക് വെച്ചു കൊടുക്കുന്നതും താൻ ഇതുവരെ കടന്നു വന്ന എല്ലാ വഴികളെയും കുറിച്ച് വിശദമായി തന്നെ ഡേവിഡ് അമ്മച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. നാൻസിയുടെയും ഡയറിയുടെയും കാര്യമൊഴികെ ബാക്കിയല്ല. എന്തുകൊണ്ടോ ആ കാര്യം മറ്റൊരാൾ അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അവന്റെ ഓരോ വാക്കുകളും ശ്രദ്ധയോടെ കേട്ടിരുന്നു ത്രേസ്യ. ആൻഡോക്ക് ഡേവിഡിനെ പറ്റിയോർത്ത് വളരെയധികം വ്യാകുലതയുണ്ടായിരുന്നു. അതവൻ ആനിയോട് പങ്കുവെക്കുകയും ചെയ്തു. ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കായിരുന്നു രണ്ടാളും. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നാലോചിച്ചായ. ഇപ്പോഴാകുമ്പോൾ ഡേവിസിനുണ്ടല്ലോ, കൂട്ടത്തിൽ ത്രേസ്യ അമ്മച്ചിയെ കൂടി കാണാം. അമ്മച്ചിനെ മരുമകളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മച്ചി മരിച്ചതിന് ശേഷം പള്ളിയിൽ വരുമ്പോൾ എന്നെ കണ്ടിട്ട് പോവാറുള്ളായിരുന്നു. കുറെ പഴയകാലത്തെ കഥകളൊക്കെ പറയും. അമ്മച്ചി ഒന്നും ആഗ്രഹിച്ചിട്ടൊരു കാര്യമില്ല വെച്ചേ. അവൻ കെട്ടണി അവൻ തന്നെ വിചാരിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന്റെ കൂടെ നിന്നെ കാണാൻ വന്നാ ഞാൻ. ഒടുവിൽ അവൻ എന്നെ കൊണ്ട് നിന്നെ കെട്ടിച്ചു. അതിലെനിക്ക് ചെറുതല്ലാത്ത സന്തോഷമുണ്ട്. കാരണം ഞാനൊരിക്കലും കല്യാണം കഴിക്കുന്നോ എനിക്കൊരു പെണ്ണ് കിട്ടുന്നോ അവനോ ഞാനൊക്കെ കരുതിയിട്ടില്ല. അവൻ പൊട്ടിച്ചിരിച്ചു. ഒന്ന് പോയേച്ചായ. അവൾ ആൻഡോയുടെ തുടയിൽ നോവിക്കാതെ നുള്ളി. നീ പറഞ്ഞ പോലെ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അവനെ അമ്മച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ആനി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ബൈക്കിന്റെ ചാവിയുമായി ആൻഡോ പുറത്തേക്കും. അല്പനേരത്തിനകം രണ്ടാളും ആലക്കിലേക്ക് പുറപ്പെട്ടു. ഒരുപാട് നേരം വിളിച്ചിട്ടും റോബിൻ ഫോൺ എടുക്കാത്തതിന്റെ കലിപ്പിലായിരുന്നു ജിം. നിന്റെയൊക്കെ ബുദ്ധിയാണ് നാട് വിട്ടു വന്ന് കരുതിയവൻ വീട്ടിലേക്ക് തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട്. പോരാത്തിന് നീയൊക്കെ ചെയ്ത വീരകൃത്യം പറഞ്ഞ് എനിക്ക് അപ്പന്റെ കയ്യിൽ നിന്ന് അടിയുമായി തന്നവൻ. വാട്സാപ്പ് തുറന്ന് റോബിന്റെ വോയിസ് ഒന്നുകൂടി കേട്ടു അവൻ. ഈ വോയിസിന് ശേഷം അവനെ പറ്റി യാതൊരു അറിവുമില്ല. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല റോബിൻ തോമസ് ആലക്കിൽ എന്നുള്ള വ്യക്തമായ ധാരണയുള്ളതിനാൽ
ജിമ്മി അവനെ തിരക്കി തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ പുറപ്പെടുകയും ചെയ്തു. കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ജിമ്മിയുടെ ബൈക്ക് ഗേറ്റ് കടന്നു വരുന്നു മുറിയിലെ ജനാലയിലൂടെ കണ്ടു റോബിൻ. താഴേക്ക് ഇറങ്ങി. പെട്ടെന്ന് കോളിംഗ് ബെല്ല് മുഴങ്ങിയ പോലെ അവന് തോന്നി. ഇത്ര വേഗം അവൻ വന്നു. വേഗത്തിൽ വാതിൽ നേരെ നടന്നപ്പോഴേക്കും സാലമ്മ വാതിൽ തുറന്നിരുന്നു. പിന്നിൽ റോബിനെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. വാതിൽ തുറന്നുകൊണ്ട് റോബിൻ പുറത്തേക്ക് നോക്കി. മുന്നിൽ ആൻഡോയെയും ആനിയെയും കണ്ടപ്പോൾ അവന് മുഖമിരുണ്ടു. ഡേവിഡ് വിളിച്ചിട്ടാവാൻ വന്നെന്ന ധാരണയിൽ അവൻ ജിമ്മിയെ തിരക്കി മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോഴേക്കും അകത്തേക്ക് ചാടി കയറി വന്നു ജിമ്മി. ആൻഡോയെയും ആനിയെയും കണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി. എന്താടാ ആലക്കിലെ ആൺകുട്ടിയുടെ ചൂടറിഞ്ഞപ്പോ ഇവൾക്ക് നിന്റെ വീട്ടിൽ ഇരിക്കാൻ വയ്യെന്നായോ? തനിക്ക് പിന്നിലെ കർട്ടൻ അനങ്ങിയതുപോലെ തോന്നി റോബിന്. തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അവന്റെ തൊണ്ട വരണ്ടു. ഇനിയിപ്പോ ഇവൻ പറഞ്ഞ പോലെ അമ്മച്ചിയെ നോക്കാനാണെന്ന് പറഞ്ഞ ഇടയ്ക്കിടെ വന്നു കയറിയാൽ മതിയല്ലോ. ജെറിയുടെ ആ വാചകം കേട്ടതും കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി റോബിന്. ഒരാശ്രയത്തിനെന്ന വണ്ണം അവൻ കട്ടിളയിൽ പിടിമുറുക്കി. ജിമ്മി ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. റോബിൻ ദുർബലമായ സ്വരത്തിൽ അവനെ എതിർത്തു. ഓഹോ, എങ്ങനെയാന്ന്? നിന്റെ ചേട്ടൻ വന്നപ്പോ നീ അങ്ങ് രൂപ കൂടി കയറുമല്ലോടാ. ജിമ്മി പൂച്ഛിച്ചു. പിന്നെ അവൻ ആൻഡ്രോയിഡ് എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് റോബിൻ അവനെ അകത്തേക്ക് പിടിച്ചു വലിച്ചു. വീട്ടിലാ റോബിന് അവസരം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കാൻ പഠിക്കണം. വിടാം. ജിമ്മി കുതറി. അപ്പോഴും അവന്റെ വാക്കുകൾക്കോ പ്രകടനങ്ങൾക്കോ വില കൽപ്പിക്കാതെ വാതിൽക്കൽ തന്നെ നിന്നു ആൻഡോയും ആനിയും. അത് ശരിയാ ജിമ്മി. പിന്നിൽ നിന്ന് ഡേവിന്റെ സ്വരം കേട്ട് അവൻ ഇറങ്ങി വരികയും ചെയ്തു. റോബിൻ ജിമ്മിയുടെ കയ്യിലെ പിടിവിട്ടു. ആഹാ, ഇതാര്? ആലക്കല താൻ തോന്നിയോ? ഇപ്പൊ ഉമ്മറത്തൂടെയൊക്കെ ഇറങ്ങാറായോ? അല്ല, പണ്ട് അടുക്കളയിലൂടെ ആയിരുന്നല്ലോ തറവാട്ടിലെ തലതിരിഞ്ഞ സന്തതിക്ക് കുടുംബക്കാര് സഞ്ചാരവാദം ഒരുക്കിയിരുന്നത്. ജിമ്മിയുടെ വാക്ക് കേട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ആൻഡോയെ ആനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആൻഡോയുടെ കൈ പിടിച്ചു. ആനി അകത്തേക്കില്ല, അതാണ് അമ്മച്ചിയുടെ മുറി. ഡേവിഡ് ചൂണ്ടിക്കാണിച്ച് മുറിക്ക് നേരെ നടന്നു ആനി. പിന്നാലെ നടക്കാൻ ഒരുങ്ങി ആൻഡോയെ കൈ പിടിച്ചു നിർത്തി ഡേവിഡ്. ആനി എനിക്ക് എന്റെ പെങ്ങളെ പോലെയാ. പക്ഷെ എന്റെ പെങ്ങളെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ മിണ്ടാ കേട്ടോണ്ട് പോകുന്ന അവളുടെ ഭർത്താവിനെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാൻഡോ. ഈ മുറ്റത്ത് നിന്നുകൊണ്ട് എന്റെ ദേഹത്തോടാനുള്ള ധൈര്യം നിന്റെ കൂട്ടുകാരനും ഉണ്ടോടാ ഡേവിഡേ? ഡേവിഡ് അതിന് മറുപടി അറിഞ്ഞില്ല. ആൻഡോയും രണ്ടാളും കൂടി കെട്ടിപ്പോഞ്ഞു വെച്ചോണ്ടിരുന്ന നമ്മൾ പറഞ്ഞാ കുറ്റം. ജിമ്മി പറഞ്ഞിരുന്നു. റോബിൻ പിന്നോട്ടൊന്ന് വേയിച്ചു. ആൻഡോ ഒന്ന് കൈ കുടഞ്ഞു. തന്റെ മേലെ ചാഞ്ഞു നിൽക്കുന്ന ജിമ്മി അവൻ തുറച്ചു നോക്കി. ഞെരക്കം പോലെ വികൃതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ജിമ്മിയുടെ മൂക്കിൽ നിന്ന് ചോര ചാറിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ പിന്നോട്ട് മറിഞ്ഞു. ജിമ്മി, ഇത് നിനക്കെന്റെ ആദ്യത്തെ അവസാനത്തെ ഇടിയാ. ഇനി ഒരു തവണ കൂടി ആൻഡോ നിന്റെ ദേഹത്ത് കൈവെക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ കൊല്ലാൻ വേണ്ടിയായിരിക്കും. പേടിയുണ്ടെന്നല്ല നിന്നെയൊന്നും ഞാൻ പരിഗണിക്കാത്ത, സ്നേഹം കൊണ്ടാ. എന്റെ ഡേവിയുടെ കൂടപ്പിറപ്പുകളാണെന്നൊരു സ്നേഹം കൊണ്ട്. ആ സ്ഥാനം നീയൊക്കെ മറന്നാ അതിന്റെ പാലം വളരെ മോശമായിരിക്കുവേ. വേദന കൊണ്ട് പുളയുന്നവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ആൻഡോ അത് പറയുമ്പോൾ അകത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു ഡേവിഡ്. പിന്നാലെ ആൻഡോയും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.